അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേൾക്കുമ്പോഴേക്ക് വിമർശകർ പറയാറുള്ളത് 6-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവാണോ എന്നാണ്. അല്ല, 6-ാം നൂറ്റാണ്ടിലുള്ളവരെ ഉത്തമ മനുഷ്യരാക്കി മാറ്റിയതാണ്. ആധുനിക മനുഷ്യരിൽ ഉത്തമരായിരിക്കുന്ന ആളുകൾ പഠിക്കുന്ന പാഠങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കുറഞ്ഞ മിനിറ്റിൽ 20 മിനിറ്റാണ് ഇവിടെ അനുവദിച്ചത്. അതിനുള്ളിൽ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. എത്ര ഉദാത്തമായ പാഠങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഓരോ തലത്തിലും പഠിപ്പിച്ചു തന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു 10 സാമ്പിൾ നബിതങ്ങളെക്കുറിച്ച് ഭാവിയിൽ നമ്മൾ കൂടുതൽ പഠിക്കാൻ, ഇനി അങ്ങോട്ട് കൂടുതൽ മനസ്സിലാക്കാൻ, തങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി. വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സൂറത്തുൽ അൻആം ഷിർക്കിൻ്റെ പൊയ്മുഖം കാണിക്കുകയാണ്. സൂറത്തുൽ അൻആമിൽ ഷിർക്ക് ചെയ്യുന്നവർക്ക് ആചാരങ്ങളാണ്, കുറേ കണക്കുകളാണ്. അത് അന്നും ഇന്നും അങ്ങനെയാണ്. ഇന്ന ദിവസത്തിൽ ഇന്ന ഭക്ഷണം കഴിക്കരുത്, ഇന്ന മൃഗത്തിൻ്റെ പുറത്ത് കയറരുത്, ഇന്ന ഭക്ഷണം പുരുഷന്മാർക്ക് കഴിക്കാം, സ്ത്രീകൾക്ക് കഴിക്കരുത്, കുറേ കണക്കുകൾ. ഖുർആൻ ചോദിക്കണം, ഇത് ആര് പറഞ്ഞതാണ്? ഇതേത് പ്രവാചകൻ പഠിപ്പിച്ചതാണ്? ഇത് ഏത് ഗ്രന്ഥത്തിലാണ്? അതങ്ങനെയാണ്. ആചാരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണം. നമുക്ക് നബിതങ്ങൾ പറയണം, ഖുൽ, നബിയെ പറയുക, തആലൗ, നിങ്ങൾ ഉയർന്നു വരൂ, ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം എന്താണ് പാലിക്കേണ്ടതെന്ന്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ശേഷം 9 കൽപ്പനകൾ പറഞ്ഞു. കുറേ കണക്കുകളും കുറേ ചിട്ടകളും പാലിക്കലല്ല, മറിച്ച് ഉദാത്തമായ മൂല്യങ്ങൾ പാലിക്കലാണ് ആത്മീയത. അതാണ് വിശ്വാസം എന്ന് പറഞ്ഞു. ഇവർ ഹജ്ജിന് പോയി തിരിച്ചു വന്നാൽ വീടിൻ്റെ മുൻഭാഗത്തൂടെ കയറാതെ പുറകുഭാഗത്തൂടെ കയറും. വഅ്തുൽ ബുയൂത മിൻ അബ്വാബിഹ, വീടിൻ്റെ വാതിൽ മുമ്പിൽ വെച്ചത് ഉള്ളിൽ കയറാൻ വേണ്ടിയാണ്. പുറകിൽ അടുക്കള പണിക്ക് വേണ്ടി വെച്ച വാതിലത്. അപ്പോൾ ഇങ്ങനെയുള്ള ആചാരങ്ങളെല്ലാം. പക്ഷെ നിങ്ങൾ കളവ് പറയരുത്, നിങ്ങൾ വ്യഭിചരിച്ചു കുടുംബത്തെ വഞ്ചിക്കരുത്, നിങ്ങൾ കൊലപാതകം നടത്തരുത്, നിങ്ങൾ സന്താനങ്ങളെ ദാരിദ്ര്യം ഭയന്ന് വധിച്ചു കളയരുത്. ഇതൊക്കെയാണ് വിശ്വാസത്തിൻ്റെ ഭാഗമായി, ആത്മീയതയുടെ ഭാഗമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് സൂറത്തുൽ അൻആമിൻ്റെ അവസാനത്തിൽ കൺക്ലൂഷനായിട്ട് പറയുകയാണ്. കുൽ തആലൗ, നിങ്ങൾ ഉയർന്നു ചിന്തിക്കുക, നിങ്ങൾ ഉയർന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ ആചാരബന്ധിതമായി കഴിഞ്ഞിരുന്ന സമൂഹത്തിന് ആത്മീയ ചൈതന്യം, വിശ്വാസത്തിൻ്റെ ചൈതന്യം പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ആത്മീയ ഭൗതിക സമന്വയം നടത്തി. ആത്മീയ ഭൗതിക സമന്വയം, ഭാര്യ മക്കളുമായി ചേർന്നുള്ള ജീവിതം വിശ്വാസത്തിൻ്റെ പകുതിയോ 2/3 ആണെന്ന് പഠിപ്പിച്ചു. നിങ്ങൾ ചെലവഴിക്കുന്ന നാണയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാണെന്ന് പഠിപ്പിച്ചു. അങ്ങനെ വിശ്വാസത്തെ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധിപ്പിച്ചു, ദീനിനെ ജീവിതവുമായി ബന്ധിപ്പിച്ചു. കച്ചവടം ദീനാണെന്ന് പഠിപ്പിച്ചു. നിങ്ങളുടെ സമ്പത്ത് ബുദ്ധിയില്ലാത്ത ആളുകളുടെ കയ്യിൽ കൊടുത്ത് പാഴാക്കി കളയരുതെന്ന് പഠിപ്പിച്ചു. അങ്ങനെ ആത്മീയ ഭൗതിക സമന്വയം നടത്തി. ഇൻ്റഗ്രേറ്റ് എന്ന് പറയില്ല, ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇബാദത്ത് നിർവഹിക്കുന്ന സ്ഥലത്ത് തങ്ങളത് കാണിച്ചു തന്നു. മിമ്പർ നിറങ്ങി വന്ന് പേരമക്കളെ കളിപ്പിച്ചു. കുട്ടികൾ കരയുന്ന ശബ്ദം കേട്ടപ്പം നമസ്കാരം ലഘൂകരിച്ചു. ആ ഉമ്മക്കുണ്ടാകുന്ന പ്രയാസം പരിഗണിച്ചുകൊണ്ട് ഞാൻ നമസ്കാരം ലഘൂകരിച്ചതാണെന്ന് പറഞ്ഞു. അഥവാ അങ്ങനെ ഒരു ആത്മീയത ജനങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നില്ല. ആത്മീയത തേടി ഹിമാലയത്തിൽ പോകുന്നതും ആത്മീയത തേടി ഭൗതിക ജീവിതത്തിൽ നിന്ന് പിന്മാറിക്കളയുന്നതും അതുപോലെ തന്നെ വിവാഹവും കുടുംബജീവിതമൊക്കെ ഒഴിവാക്കുന്നതും സർവസംഘ പരിത്യാഗിയായിട്ട് മാറുന്നതുമാണ് ജനങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നത്. പകരം കല്യാണം കഴിക്കുന്ന, കുടുംബത്തെ നോക്കുന്ന, ആത്മീയതയെ ഭൗതിക ജീവിതവുമായി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആത്മീയ ഭൗതിക സമന്വയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തു. ഓരോ മേഖലയിലും. ഞാൻ ഈ അടുത്ത് ജിദ്ദയിൽ പോയപ്പോൾ ദാറുസ്സലാമിൻ്റെ ഒരു കിതാബ് കണ്ടു. അഖ്ലിയത്തുർ റസൂൽ എന്ന പേരിൽ 2 വോള്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജുഡീഷ്യലായിട്ടുള്ള, അതായത് തങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഒരുപാടുണ്ട്. 2 പേര് വന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച സംഭവങ്ങൾ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് അഖ്ലിയത്തുർ റസൂൽ എന്ന് പറയുന്ന പുസ്തകം, ജഡ്ജ്മെൻറ്റുകൾ മാത്രം, തങ്ങൾ കോടതി വ്യവഹാരത്തിൻ്റെ ഭാഗമായി നടത്തിയ ഇടപാടുകൾ, ജഡ്ജിമാരുടെ മര്യാദകൾ പഠിപ്പിച്ചു. നിങ്ങൾക്ക് വികാര പ്രക്ഷോഭമുണ്ടാകുന്ന സമയത്ത്, വിശന്നിരിക്കും അല്ലെങ്കിൽ വേറെ ഉറക്കം വരുന്ന സമയത്ത്, മറ്റു സമയങ്ങളിൽ വിധിക്കരുത്, സ്വസ്ഥമായിരുന്ന് 2 ഭാഗവും കേട്ട് വിധിക്കണമെന്നും, ആര് തെളിവ് ഹാജരാക്കണമെന്നും, പ്രോസിക്യൂഷൻ അൽ ബയ്യിനത്തു അലൽ മുദ്ദഇ വൽ യമീനു അലാ മൻ അൻകർ, ആരെങ്കിലും ഒരു വാദവുമായിട്ട് വന്ന് അതങ്ങ് അനുവദിച്ചു കൊടുത്താൽ ഈ പറമ്പ് എൻ്റെതാന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് കൊടുക്കേണ്ടി വരില്ല. ആരാണോ സ്റ്റാറ്റസിന് മാറ്റമായി വാദിക്കുന്നത് അദ്ദേഹം തെളിവ് ഹാജരാക്കണം. അല്ലാത്ത ആള് അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ കോടതി നിയമങ്ങളും വ്യവഹാരങ്ങളും പഠിപ്പിക്കുകയും ഭരണാധികാരി അടക്കം ജുഡീഷ്യറിയുടെ കീഴിൽ വരുന്ന സംവിധാനം അന്നത്തെ പ്രാകൃത ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഓരോ മേഖലയിലും, എല്ലാ മേഖലയിലും കുടുംബജീവിതത്തിൽ പഠിപ്പിച്ചു തന്നു. ഭാര്യ ഭർത്തൃ ബന്ധം വെറും ശാരീരികമല്ല, മറിച്ച് മാനസികമായ ബന്ധമാണ്.
ആ സ്നേഹവും മാനസികമായ അടുപ്പവും ഉള്ളവർക്ക് മാത്രമേ മണിയറ അത് ശരിയായ രീതിയിൽ അതിനോടുള്ള കടമ പാലിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ചു കൊടുത്തു. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, നിങ്ങൾ ആരും ഭാര്യയെ മർദ്ദിച്ചിട്ട് പിന്നെ രാത്രി അവരെ സമീപിക്കരുത്. പകല് മോശമായ പെരുമാറ്റം, ഭാര്യയെ വെറുപ്പിക്കുന്നു, രാത്രി മണിയറയിലേക്ക് കയറി ചെല്ല്, അങ്ങനെ ചെയ്യരുത്. ലാ യജ്ലിദ് അഹദുക്കും സൗജതഹു സുമ്മ യുലാജിഉഹ ഫിൽ ലൈൽ. പകൽ അവരെ ഉപദ്രവിച്ചിട്ട് അല്ലെങ്കിൽ പകൽ അവരെ ബുദ്ധിമുട്ടിച്ചിട്ട് രാത്രി അവരെ സമീപിക്കരുതെന്ന് പറഞ്ഞു. ഹദീസ് പണ്ഡിതന്മാർ അവിടെ വിശദീകരിച്ചു. സഹശയനവും ഭാര്യയുമായുള്ള സംസർഗവുമെല്ലാം മനസ്സിൽ അടുപ്പവും നല്ല പെരുമാറ്റവും ഉള്ളവർക്ക് പറഞ്ഞതാണ്. മനസ്സിൽ അടുപ്പവും നല്ല പെരുമാറ്റവും ഉള്ളവർക്ക് അവരുടേതാണ് ശരിയായ മണിയറ എന്ന് പറഞ്ഞു കൊടുക്കുമ്പം കുടുംബജീവിതത്തിലുള്ള ദാമ്പത്യം, ആ ബന്ധം അത് വെറും ശാരീരികമല്ല, മറിച്ച് മാനസിക അടുപ്പത്തിലൂടെ ഉണ്ടാകേണ്ട, അതിലൂടെയാണ് അത് പൂർത്തിയാകുന്നതെന്ന പാഠം ഉത്തമ നൂറ്റാണ്ടിലെ ആളുകൾക്ക് അറിയാത്ത പാഠം ഇന്ന് ആളുകൾ മുനിസിപ്പാലിറ്റീസ് ഈ വസ്തുക്കളെ പോലെ സാമ്പിളൊക്കെ നോക്കാം, പിന്നെ വേണമെങ്കിൽ തീരുമാനിക്കാം എന്നൊക്കെ പറയുന്നു. ഇസ്ലാം അത് വിശദീകരിക്കാൻ സമയമില്ല. ആ സമയത്ത് പഠിപ്പിക്കുകയാണ്, ഇത് ശാരീരിക ബന്ധമല്ല, മറിച്ച് മാനസികമായ അടുപ്പവും സ്നേഹവുമുള്ള ഭാര്യ ഭർത്താക്കന്മാർക്ക് പറഞ്ഞതാണ് ഈ ദാമ്പത്യം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ ഇന്ന് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ആളുകൾ പോയി പഠിക്കുന്ന ഒരുപാട് പാടുണ്ട്. 4000 രൂപ 5000 രൂപ കൊടുത്തിട്ട് അങ്ങനെ അതിനെ മുഴുവൻ സമ്മറൈസ് ചെയ്യുക. നിങ്ങൾ ആ ക്ലാസ് മുഴുവൻ ചാറ്റ് GPT കൊടുക്കുക, ആ പറഞ്ഞ ക്ലാസ് മുഴുവൻ എടുക്കുക, അത് മുഴുവൻ ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതിയിട്ട് ചാറ്റ് GPT കൊടുത്തിട്ട് ഇതൊക്കെ ഹദീസിന് എടുത്തുതരാൻ പറഞ്ഞാൽ അതൊരു 5-6 ഹദീസിൻ്റെ ഒരു വിശദീകരണമായിരിക്കും. നാളുകൾ പറയാണ് നേരത്തെ ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം, കുറച്ച് സമയം ധ്യാനിക്കണം, അതുപോലെ തന്നെ നെഗറ്റീവ് തോട്ടുകൾ ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞാൽ റിയാദു സാലിഹീൻ വായിക്കുകയാണെങ്കിൽ നമ്മൾ ദിവസവും കേൾക്കുന്ന കുറേ ഹദീസാണത്. സുബഹ് നിസ്കരിക്കണം എന്നർത്ഥം. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആരോടും വിരോധം ഉണ്ടാകരുത്, അത് എൻ്റെ സുന്നത്താണ്, എൻ്റെ സുന്നത്ത് സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. അപ്പം ഹല്ലി വല്യാക്ക, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമ്മൾ പകരം വീടുന്നവരോ അതിനേക്കാൾ ഉയർന്നു കളയാം. അവർക്ക് തൊടാൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ട് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നം തീരും. ആ രീതിയിൽ ഉയർന്ന് ചിന്തിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്ന് വലിയ വലിയ ട്രെയിനർമാർ, മോട്ടിവേഷൻ 2 ടൈപ്പ് ഉണ്ട്, മോട്ടിവേഷനുണ്ട്, മോട്ടിവേഷനുണ്ട്. എന്താണെങ്കിലും മോട്ടിവേഷൻ നല്ല കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരുടെ പാഠങ്ങൾ നിങ്ങളൊന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും ഹദീസുകളിൽ പറഞ്ഞിട്ടുള്ള പാഠങ്ങളാണത്. അപ്പം പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വേണ്ട ആധുനിക പാഠങ്ങളെന്ന് പറഞ്ഞിരുന്ന മനുഷ്യൻ പഠിപ്പിക്കുന്ന സംഗതികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ ജനങ്ങൾക്ക് എല്ലാ കാലത്തേക്കുമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെ ടീം ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ചു. ഒരാൾക്കൊരു ഉയർന്ന ലക്ഷ്യമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടത് ഡെലിഗേഷനാണ്. ഓരോ കാര്യങ്ങൾക്കും വിശ്വസ്തരായ നല്ല ആളുകളെ കിട്ടിയാൽ മാത്രമേ ലോകത്ത് ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കടയായിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ സംരംഭമായിട്ടിരിക്കുക എന്നല്ലാതെ 100 ബ്രാഞ്ചുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, 200 ബ്രാഞ്ചുള്ള ഒരു ധനകാര്യ സ്ഥാപനം, അല്ലെങ്കിൽ ഒരു കച്ചവട സ്ഥാപനം എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അതിന് ടീം വേണം, അതിന് ഡെലിഗേഷൻ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഏൽപ്പിച്ചതിനേക്കാൾ വലിയ ജോലി ലോകത്തില്ല. കാലാകാലത്തേക്ക് ലോകത്ത് വരുന്ന എല്ലാവരെയും അവർക്ക് ദീനെത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ വാർത്തെടുത്തു. തങ്ങൾ യമനിൽ പോയിട്ടില്ല, തങ്ങളുടെ പ്രതിനിധി മുആദ് ഇബ്നു ജബൽ പോയിട്ടുണ്ട്. തങ്ങൾ ഈജിപ്തിലേക്ക് പോയില്ല, തങ്ങളുടെ പ്രതിനിധി അംർ ഇബ്നുൽ ആസ് പോയിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി ചെയ്യേണ്ട ജോലികൾ ചെയ്യാൻ പാകത്തിൽ സഹാബികൾ, അവർക്ക് കൊടുത്ത പേര് തന്നെ ഉയർന്ന പേരാണ്. ശിഷ്യന്മാർ എന്നല്ല, അനുയായികൾ എന്നല്ല, അസ്ഹാബാണ്. സഹാബ എന്ന് പറഞ്ഞാൽ കൂടെ ഉള്ളവരെന്നർത്ഥം. ഇന്ന് ഒരു പാർട്ടിയുടെ വാക്കായതുകൊണ്ട് സഖാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മൂത്ത ആളെയും ഇളയ ആളെയും എല്ലാവരെയും ഒരുപോലെ വിളിക്കാൻ പറ്റുന്ന പേരാണ് സഖാവ്. അത് ഇന്ന് മലയാളത്തിലൊരു പ്രത്യേക പാർട്ടിൻ്റെതായതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. സാഹിബ് എന്ന് അറബിയിൽ പറയുന്ന വാക്ക് സാഹിബ്. അസ്ഹാബ് എന്ന് പറഞ്ഞാൽ ഉസ്താദിനെയും പറയാം, ശിഷ്യനെയും പറയാം, കൂടെ പഠിക്കുന്ന ആളെയും പറയാം, എല്ലാവരെയും പറയാം. എല്ലാവരും ഒന്നായി മാറി, ഒരു ടീമായിട്ട് മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോഴാണ് തങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ഇരിപ്പിടം കൊടുത്തത്. അല്ലെങ്കിൽ വന്ന് ചോദിക്കേണ്ടി വരുമായിരുന്നു, മൻ മിൻകും മുഹമ്മദ്, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മുഹമ്മദ് എന്ന് ചോദിക്കേണ്ട അവസ്ഥയിൽ ഒരു ടീമിൻ്റെ കൂടെ നിന്ന് എങ്ങനെ ഈ വലിയ ലക്ഷ്യം പൂർത്തിയാക്കാം എന്നുള്ള പാഠങ്ങൾ, ടീം മാനേജ്മെൻറ്റിൻ്റെ അതുപോലെ തന്നെ ഡെലിഗേഷൻ്റെ പാഠങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇനി തങ്ങളുടെ മഷൂറകൾ, കൂടിയാലോചനകൾ നോക്കിക്കഴിഞ്ഞാൽ മീറ്റിംഗ് എങ്ങനെ നടത്തണം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയായിരിക്കണം ഒരു മീറ്റിംഗ്? സൂറത്തു ആലി ഇമ്രാനിൽ ഉഹദിലുണ്ടായ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് നൽകിയ നിർദ്ദേശം, അങ്ങ് ലോലഹൃദയനായിരിക്കണം, അതുപോലെ തന്നെ അങ്ങ് സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കണം. എല്ലാതെ വന്നാൽ
ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബ്, ഹൃദയ കാഠിന്യമോ സംസാരത്തിൽ കാഠിന്യമുള്ള വ്യക്തിയായാൽ ഇവരൊക്കെ ഓടിപ്പോകും. അതുകൊണ്ട് ഇവരിൽ എന്തെങ്കിലും പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങ് മാപ്പ് കൊടുക്കണം, അവർക്ക് വേണ്ടി അങ്ങ് അള്ളാഹുവിനോട് പാപമോചനം തേടണം, എന്നിട്ട് അവരോട് കൂടി ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ സ്വന്തം ടീമിലുള്ള ആരെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നബിതങ്ങൾക്കാണ് നിർദ്ദേശമുള്ളത്, അവർക്ക് മാപ്പ് കൊടുക്കണം, അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടണം, എന്നിട്ട് അവരോട് പിന്നെയും കൂടിയാലോചിക്കണം. അങ്ങനെ വളർത്തിയെടുത്തത് കൊണ്ട് ഉഹദിൽ 10 പേര് അവരുടെ ശരീരം കവചമാക്കി തീർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിച്ചു. എല്ലായിരുന്നെങ്കിൽ കഠിന ഹൃദയനോ പരുഷമായി സംസാരിക്കുന്ന വ്യക്തിയോ ആയിരുന്നെങ്കിൽ ലൻഫല്ലു മിൻ ഹൗലിക്, ഈ ആത്മാർത്ഥന നടത്തിയവർ മുഴുവനും ഓടിപ്പോകുമായിരുന്നു എന്ന് അള്ളാഹു നിർദ്ദേശിക്കണം. അത് നബി തങ്ങൾ നടപ്പിലാക്കി കാണിച്ചു തന്നു. എങ്ങനെ ഒരു ടീമിനെ വാർത്തെടുത്ത് വലിയ വലിയ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാം എന്ന് പഠിപ്പിച്ചു തന്നു. അതുപോലെ പ്രൊഫഷണലിസം പഠിപ്പിച്ചു. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫീ കുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യണമെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ട് അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പോൾ നമ്മളൊരു സ്റ്റേജ് സംഘടിപ്പിക്കുകയാണെങ്കിൽ അന്വേഷിക്കണം സൗണ്ടുകാരോട്, നല്ല മൈക്ക് ഏതാണ്, നല്ല ബോക്സ് ഏതാണ്, ഇവിടുത്തെ നല്ല ഹോൾ ഏതാണ്. അങ്ങനെ അന്വേഷിക്കുന്നത് ദീനാണെന്ന് പഠിപ്പിച്ചു തന്നു. അത് നിങ്ങൾ കച്ചവടത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒക്കെ തന്നെ വിലപിടിപ്പുള്ള നല്ല പറയുന്നത്, ആഡംബരം നല്ല പറയുന്നത്, മറിച്ച് നല്ലത്, ഏറ്റവും നല്ലത്, ഒരു നന്മ ഉണ്ടല്ലോ എല്ലാത്തിലും, മോശമാകാത്ത രീതിയിൽ ചെയ്യാൻ പഠിപ്പിക്കും. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫീ കുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാൻ അള്ളാഹു നിയമമാക്കിയിരിക്കുന്നു. നബിതങ്ങളുടെ സദസ്സിലേക്ക് ഒരു സംഘം വന്നു. അവർ ഇസ്ലാം സ്വീകരിച്ചു, പക്ഷേ നബിതങ്ങളെ കണ്ടിട്ടില്ലായിരുന്നു. ആവേശത്താൽ, നബിതങ്ങളെ കാണാനുള്ള സ്നേഹത്താൽ പലരും ഓടി സദസ്സിൽ വന്നിരുന്നു. അതിലുള്ള നേതാവ് മൃഗത്തെ കൊണ്ടുപോയി കെട്ടി അതിനുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി മേയാനുള്ള സൗകര്യം ചെയ്ത് കുളിച്ച് വസ്ത്രമൊക്കെ മാറ്റി സദസ്സിലേക്ക് വന്നിരുന്നു. നബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളിൽ 2 ഗുണങ്ങളുണ്ട്, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. ഇന്ന ഫീക ഹസ്ലത്തൈൻ, താങ്കളിൽ 2 ഗുണങ്ങളുണ്ട്, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അത് അവധാനതയാണ്. ഈ അവധാനത, ഈ അടുക്കും ചിട്ടയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അത് ബാക്കിയുള്ളവരെന്താ ചെയ്തത്? നബിതങ്ങളുള്ള സ്നേഹത്തിലാണ് വന്നത്. അവർ കുളിച്ച് വസ്ത്രം മാറ്റി മൃഗത്തിന് ഏർപ്പാടൊന്നും ചെയ്യാതെ സദസ്സിലേക്ക് ഓടിച്ചാടി വന്നു, ആവേശം കാണിച്ചു. പക്വതയോടെ പെരുമാറിയ നേതാവിനോട് തങ്ങൾ പറഞ്ഞു, ഈ 2 ഗുണങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ ഏറ്റവും പ്രധാനമായ സംഗതി, ഇന്നും ലോകത്ത് നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, രാജ്യങ്ങളുടെ പേരിൽ മനുഷ്യർക്കിടയിൽ ഉച്ചനീചത്വങ്ങൾ നടത്തുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർ ഒന്നാണെന്ന് പഠിപ്പിച്ചു. ലാ ഫദ്ല ലി അറബിയ്യൻ അലാ അജമിയ്യൻ വലാ ലി അജമിയ്യൻ അലാ അറബിയ്യൻ, ഒരു അനറബിക്ക് അറബിയേക്കാളും ഏതെങ്കിലും നിറത്തിന്റെ പേരിലോ ആർക്കും ഒരു ശ്രേഷ്ഠതയുമില്ല ജീവിതത്തിലുള്ള വിശുദ്ധി കൊണ്ടല്ലാതെ. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, എല്ലാവരും ആദമിന്റെ മക്കളാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നാണ്. അല്ലാതെ തലയിൽ നിന്ന് കുറച്ച് പേര്, കയ്യിൽ നിന്ന് കുറച്ച് പേര്, തൊടയിൽ നിന്ന് കുറച്ച് പേര്, പാദത്തിൽ നിന്ന് കുറച്ച് പേര്, തലയിൽ നിന്ന് വന്നവർ പണ്ഡിതന്മാരാകും, കാലിൽ നിന്ന് വന്നവർ വേദം പഠിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിച്ചില്ല. മറിച്ച് അടുത്ത തലമുറയിൽ സംഭവിച്ചെന്താണെന്നറിയോ? ഒരു തലമുറ കഴിഞ്ഞപ്പോഴേക്ക് മുസ്ലിം ലോകത്ത് എല്ലാ നേതാക്കളും അടിമമോചനം നേടിയവരായിട്ട് മാറി. എല്ലാ നേതാക്കളും. രാജാവ് ചോദിക്കണം അവസാനം ഇമാം സുഹരിയോട്, എന്താണ് അവസ്ഥ? ഒരാൾ പോലും ഇല്ലേ പ്രാചീന അറബി ഗോത്ര വലിയ കുടുംബക്കാരനാരും ഇല്ലേ? ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്, ആരും സ്വീകരിക്കുന്നു അവർ നേതാക്കളാകും. അപ്പോൾ ആ രീതിയിൽ സമൂഹത്തിൽ മനുഷ്യർക്കിടയിൽ സാഹോദര്യം പഠിപ്പിച്ചു, എല്ലാവരും ഒന്നാണെന്ന് പഠിപ്പിച്ചു. ഇന്ന് പോലെ ഞാൻ പറയുന്നത്, നബി വിമർശകരുടെ ഒരു പരാജയം പറയാൻ വേണ്ടി ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നിർത്താണ്, എൻ്റെ സമയം തീർന്നു. ഈ അടുത്തുണ്ടായിരുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ക്ലബ് ഹൗസ്. ഇപ്പോൾ നബിതങ്ങളെ പറ്റിയുള്ള വിമർശനങ്ങളൊക്കെ ചുരുങ്ങി വന്ന് ഇപ്പോൾ 2 കാര്യത്തിൽ തീർന്നിരിക്കുകയാണ്. ഒന്ന്, ആയിഷ റളിയല്ലാഹു അൻഹയായിട്ടുള്ള വിവാഹം. അവർ ഭൗതികമായിട്ട്, അതായത് ജൈവശാസ്ത്രപരമായി ഋതുമതിയായതിനു ശേഷമാണ് നബിതങ്ങൾ അവരുമായിട്ട് ജീവിച്ചത്. അവർ പൂർണ്ണ സംതൃപ്തയാണ്, അവരുടെ പിതാവ് സംതൃപ്തനാണ്, തങ്ങൾ എല്ലാവർക്കും സംതൃപ്തിയാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കണമെങ്കിൽ ആദ്യം മൊറാലിറ്റി, ധാർമ്മികത എന്ന വിഷയത്തിൽ ചർച്ച നടക്കണം. അത് ഒബ്ജക്റ്റീവാണോ സബ്ജക്റ്റീവാണോ എന്നുള്ളത്, ഇപ്പോൾ ഫിലോസഫി എന്താണ്, തിയോളജി എന്താണെന്ന് അറിയാത്ത യുക്തിവാദികൾ ഇപ്പോൾ ആദ്യം അത് പഠിച്ചു വരണം. അത് പഠിച്ച് ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാലാണ് ആ ചർച്ച ഒരു ഇഞ്ച് മുമ്പോട്ട് പോകുള്ളൂ. മൊറാലിറ്റി ഒബ്ജക്റ്റീവാണോ സബ്ജക്റ്റീവാണോ എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് ആ കാര്യം മുമ്പോട്ട് പോകും. രണ്ടാമത്തേത്, അടിമ സമ്പ്രദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയടിക്ക് പൂർണ്ണമായിട്ട് മോചിപ്പിച്ചില്ല എന്നുള്ളതാണ്. അന്നങ്ങനെ മോചിപ്പിച്ചിരുന്നെങ്കിൽ ഇവർ നബിതങ്ങളുടെ ഏറ്റവും വലിയ വിമർശനമായിട്ട് അതിനെ നൂറ്റാണ്ടുകളോളം പറയുമായിരുന്നു. ജനങ്ങളുടെ സമ്പത്തൊക്കെ പാഴാക്കി കളഞ്ഞു, സാമൂഹ്യ വ്യവസ്ഥ തകർത്ത് കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അന്തസ്സ് നൽകുകയും അടിമ മോചനത്തിനുള്ള വഴി തുറന്നു കൊടുക്കുകയും ചെയ്തു. അപ്പം അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ
ക്ലബ് ഹൗസ് എന്ന് പറയുന്ന അടുത്തുണ്ടായ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അതിനൊരു പ്രത്യേകത ഉണ്ട്, അതിനൊരു കുഴപ്പമുണ്ട്. ഒരു പ്രത്യേകത, എല്ലാവരും ലൈവിൽ കിട്ടും എന്നുള്ളതാണ്. ലൈവായിട്ട് ഓഡിയോ ചർച്ച നടക്കും. ഫേക്ക് ഐ ഡി, ഫേക്ക് വോയിസ് ആയിട്ട് വരാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഫേക്ക് ഐ ഡി പോയാൽ തന്നെ ഇസ്ലാമിനത്തിലുള്ള വിമർശനം പകുതി തീർന്നു. അതിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേജ് റോള് അതായത് ആരാണ് അഡ്മിൻ, ആരെ റിമൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതിൽ ചില അശാസ്ത്രീയത ഉള്ളതുകൊണ്ട് അത് അധികം നിലനിന്നില്ല. പോട്ടെ. അപ്പോൾ അവിടെ ഇസ്ലാം വിമർശകനായ ഒരു ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി പറയാണ്, അടിമഭോഗം ഇസ്ലാം ഹലാലാക്കി. അടിമഭോഗം ഇസ്ലാം ഹലാലാക്കി എന്നാൽ അതിൻ്റെ ബാക്കി വശങ്ങളും കൂടെ കേൾക്കണം, അതിൻ്റെ നിബന്ധനകളും നിയമങ്ങളും അതിൻ്റെ ഇമ്പാക്റ്റും കൂടെ കേൾക്കണം. അദ്ദേഹം പറഞ്ഞു, ഒരു സഹാബിക്ക് 70 അടിമ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ശേഷം അപ്പം അടിമഭോഗം ഹലാലാക്കി, ഒരു സഹാബിക്ക് 70 അടിമ ഉണ്ടായിരുന്നു, 2ആയി. മൂന്നാമത്തേത് അതിൽ സന്താനങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു, കാരണം സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. ഞാൻ ജബ്ബാർ, നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ ഇസ്ലാമിൻ്റെ നന്മകളാണ്. അപ്പം അടിമഭോഗം അനുവദിച്ചിട്ടും അവർക്ക് ചില നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ പറയാണ്. സന്താനം ഉണ്ടാകാതിരിക്കാൻ, ഓക്കെ. സന്താനമുണ്ടായാൽ സമ്പത്ത് കൊടുക്കേണ്ടി വരും. സന്താനമുണ്ടായാൽ ആ കുട്ടി സ്വതന്ത്രനാകും. സന്താനമുണ്ടായാൽ ആ അടിമ സ്ത്രീ സ്വതന്ത്രയുടെ സ്ഥാനത്താകും, ഉമ്മുൽ വലതാകും, പിന്നെ വിൽക്കാൻ പറ്റൂല. സ്വതന്ത്രയുടെ സ്ഥാനത്താണ്, വിൽക്കാൻ പറ്റൂല. ഇദ്ദേഹത്തിൻ്റെ മരണത്തോടെ സ്വതന്ത്രയാണ് പൂർണ്ണമായിട്ടും. ഈ കുഞ്ഞ് സ്വതന്ത്രനാണ് എന്ന് മാത്രമല്ല, ഇത്രയും കാലം ഇവർ മുതലാളിയാണെന്ന് പറഞ്ഞ മുതലാളിൻ്റെ മോനാണ്, സ്വത്തിൽ അവകാശമുണ്ട്. ഞാൻ പറഞ്ഞു, ഇവിടെ നായർ കുടുംബങ്ങളിൽ ബ്രാഹ്മണർ വന്ന് സംബന്ധം നടത്തിയപ്പം കുട്ടി ബ്രാഹ്മണനായില്ല, ബ്രാഹ്മണൻ്റെ സ്വത്തിൽ അവകാശം കിട്ടിയില്ല. എന്തൊരു അനീതിയാണ്! ഒരു അടിമ സ്ത്രീക്ക് പോലും ഒന്നിലധികം ആളുകളുമായിട്ട്, അതായത് ഒരു കാലഘട്ടത്തിൽ പോലും നിൽക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നായർ സമുദായക്കാരനായ ശശി തരൂർ എഴുതിയതുപോലെ പുറത്ത് പാത്രമുണ്ടോ എന്ന് നോക്കി നിൽക്കേണ്ട അവസ്ഥ നായർ ഭർത്താക്കന്മാർക്ക് ഉണ്ടായിരുന്നു. അവർ എഴുതിയതാണ്, നമ്മൾ എഴുതിയതല്ല. അതിൻ്റെ പേരിൽ പലരും വോട്ട് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞു. എന്തായാലും അദ്ദേഹം വോട്ട് കിട്ടി ജയിച്ചു. അപ്പം അന്നവിടെ ചർച്ചയ്ക്ക് വേണ്ടി നമ്മൾ പറഞ്ഞു, ഇസ്ലാമിൽ അടിമ സ്ത്രീക്ക് നായർ സ്ത്രീയേക്കാൾ അന്തസ്സ് കൊടുത്തിട്ടുണ്ട്. കാരണം ബ്രാഹ്മണന്മാർ വന്നു പോയാൽ കുട്ടി ബ്രാഹ്മണനാകുന്നില്ല, സ്വത്തിൽ അവകാശം ഉണ്ടാകുന്നില്ല. ഇവിടെ ഇത് രണ്ടും ഉണ്ടെന്ന് സമ്മതിച്ചു. പിന്നെ എണ്ണം ശ്വാസം വലിച്ചിട്ട് 70 എന്നാണ് പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന തോമസ് ജെഫേഴ്സൺ 600 അടിമ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുന്ന വ്യക്തിക്ക് 300 അടിമ ഉണ്ടായിരുന്നു. വൈറ്റ് ഹൗസ് അടിമകളുടെ കൂടാരായിരുന്നു. ആഫ്രിക്കയിൽ നിന്ന് അടിമകൾ, ലക്ഷക്കണക്കിന് അടിമകളെ കൊണ്ടുവന്നിട്ടാണ് അമേരിക്ക നിർമ്മിച്ചത്. എബ്രഹാം ലിങ്കൺ അമേരിക്ക 2 കഷ്ണമായി മാറും എന്ന് കണ്ടതുകൊണ്ട് മാത്രം അമേരിക്കയെ മോചിപ്പിച്ചു. സ്കൂളുകളിൽ നമ്മളോട് പറയണം അടിമകളെ മോചിപ്പിച്ചു. അടിമകളെ മോചിപ്പിച്ചതല്ല, അമേരിക്കയെ രക്ഷിച്ചെടുത്തു. സമരം വന്നപ്പം വോട്ടവകാശം കൊടുക്കേണ്ടെന്ന് പറഞ്ഞു. അവരെ നാട് കടത്താമെന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ വിമോചകനായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ചർച്ചയുടെ ഹെഡിങ് നമുക്ക് മാറ്റാം, അടിമ സ്ത്രീയും നായർ സ്ത്രീയും എന്നാക്കാം. ഇത് ചർച്ചയ്ക്ക് വേണ്ടി പറഞ്ഞാട്ടോ. അപ്പോൾ ഉടനെ തന്നെ അയാൾ പിന്മാറി. അടുത്ത വ്യക്തി വന്നു, അടുത്ത ആളെ വിളിച്ചുകൊണ്ടതിൽ പറഞ്ഞു, ഒരു ലാപ്ടോപ്പിൽ എഴുതിയ സെൻറ്റൻസുകൾ ഇങ്ങനെ വായിക്കുകയാണ്. ഇതൊക്കെ സത്യമാണ്. നമ്മൾ ഇതൊക്കെ അർദ്ധസത്യങ്ങളാണ്, ഇതെല്ലാം അർദ്ധസത്യങ്ങളാണ്. നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ പറഞ്ഞ വിഷയത്തിൻ്റെ നമ്മളൊരു ചർച്ച, ഇസ്ലാമിൽ അടിമ സ്ത്രീക്ക് നൽകിയ സ്ഥാനം എന്താണ് എന്നതിനെപ്പറ്റി ഒരു ചർച്ച നടന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്നിനെ മറുപടി പറയേണ്ടി വരും. ഒന്നിനും മറുപടി പറയാൻ ബാധ്യതയില്ലാത്ത, റോമക്കാർ ചെയ്തതിന് മറുപടി പറയേണ്ടതില്ല, കേരളത്തിൽ ചെയ്തതിന് മറുപടി പറയേണ്ടതില്ല, സ്വന്തം വേദഗ്രന്ഥങ്ങളിലെ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത്, അങ്ങനെ ഒരു ബാധ്യതയും ഒരു ഇടപാടും ഇല്ലാത്തവർക്ക് ഇങ്ങനെ വെറുതെ ഇരുന്ന് കല്ലെറിയാമെന്നല്ലാതെ ഫിലോസഫിക്കലായിട്ട്, തിയോളജിക്കലായിട്ട്, വൈജ്ഞാനിക സത്യസന്ധതയോടെ ഒരു വിരൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ഉയർത്താൻ സാധിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്നേഹിക്കാനും പിൻപറ്റാനും. ആ രീതിയിൽ ശരിയായ അനുയായികളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും പിൻപറ്റാനും അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ. ഈ പരിപാടി സംഘടിപ്പിച്ച, സാർത്ഥകമായ ഉപകാരപ്രദമായ ഈ പരിപാടി സംഘടിപ്പിച്ച ജമാഅത്ത് ഇസ്ലാമി കമ്മിറ്റിയെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അവരുടെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നന്ദി മുഫ്തി അമീൻ മാഹി. തുടർന്ന് സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ഇസ്ലാമിക പ്രബോധന രംഗത്ത് കണ്ണൂരിലെ നിത്യ സാന്നിധ്യമായ ഐനുൽ മാരിഫ് അക്കാദമിയുടെ ചെയർമാൻ ഉസ്താദ് ഹാഫിസ് അനസ് മൗലവിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.